إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിൽ അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അർഹമായ ഗൗരവത്തോടു കൂടി ഉൾക്കൊണ്ട് അനുധാവനം ചെയ്ത് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇബാദത്തുകളുടെ വസന്തകാലമായ റമളാനിലാണ് നാം. നമ്മുടെ കൂട്ടത്തിലുള്ള മഹാഭൂരിപക്ഷം ആളുകൾക്കും പരിശുദ്ധ റമളാൻ കടന്നു വന്നത് മുതൽ അതിൻ്റെ ഒന്നാമത്തെ ഇശാഇനും തറാവീഹിനും ആദ്യ പകല് തുടങ്ങുന്നതിൻ്റെ സുബ്ഹി ജമാഅത്ത് മുതൽ നന്മകളോടുള്ള ഉത്സാഹവും ആത്മാർത്ഥമായ ആവേശവും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പ്രകടമാണ്. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ മടിച്ചു നിൽക്കാതെ മാറി നിൽക്കാതെ മുന്നോട്ട് കടന്നു വരണമെന്ന് പരിശുദ്ധ റമളാനിൻ്റെ ഓരോ രാവുകളിലും വിളംബരം ചെയ്യപ്പെടുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. അത്രമേൽ നന്മകൾ ചെയ്യാൻ അനുകൂലമായ ഈ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹു നമുക്കായി നീട്ടിത്തന്ന ആയുസ്സിനെ ഏറ്റവും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി റമളാന് കൊണ്ട് റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടണമെന്ന ആത്മാർത്ഥമായ പരിശ്രമവും ശ്രദ്ധയുമാണ് എനിക്കും നിങ്ങൾക്കും നമുക്കോരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാൻ എന്ന നിലയിൽ പ്രത്യേകമായി നാം താല്പര്യം കാണിച്ച് അധികരിപ്പിക്കേണ്ട 8-10 നന്മകളെ സംബന്ധിച്ച് വിശുദ്ധ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നന്മ പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നോമ്പ് നിങ്ങൾക്കും നിങ്ങളുടെ പൂർവികർക്കും നിർബന്ധമായതാണ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആ ആയത്തുകൾ വായിക്കുമ്പോൾ ആർക്കെല്ലാം നോമ്പ് നിർബന്ധമാണ്, ആർക്കൊക്കെയാണ് നോമ്പിൽ ഇളവുള്ളത് തുടങ്ങിയ നോമ്പിൻ്റെ വിധിവിലക്കുകൾ വിശദീകരിക്കുന്നതിനിടക്കാണ് പ്രാർത്ഥനയെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത്, ഫഇന്നി ഖരീബ്, ഞാൻ അടിമകളുടെ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദആനി, ഒരാൾ എന്നോട് ദുആ നടത്തുമ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് സൂറത്തുൽ ബഖറയിലെ 186 സൂക്തത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. മുഫസ്സിറുകൾ നോമ്പിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നതിനിടയ്ക്ക് പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ഈ പരാമർശങ്ങളെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് നോമ്പിൽ പ്രാധാന്യപൂർവം നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്.
നോമ്പുകാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകൾ പരിശോധിക്കുക. ഇമാം തുബ്റാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 തരം പ്രാർത്ഥനകൾക്ക് തീർച്ചയായും ഉത്തരം നൽകപ്പെടും. അതിലൊരു വിഭാഗം ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. നോമ്പ് നോറ്റവൻ നോമ്പുള്ള സന്ദർഭത്തിൽ അതിൻ്റെ പകലുകളിൽ അവൻ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സലാസുൻ ലാ യുറദ്ദു ദഅവതുഹും, 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. അതിൽ ഒരു വിഭാഗം വസ്സായിമു ഹീന യുഫ്തിറു, നോമ്പ് തുറക്കുന്ന വേളയിൽ നോമ്പുള്ളവൻ നടത്തുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്നാണ്. അതേപോലെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ആശ്വാസം ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥന, ദഹബൽ വമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്ർ ഇൻഷാ അല്ലാഹ്, ദാഹം ശമിച്ചു, ഞരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലങ്ങൾ ഉറപ്പായി എന്നാണ്. അപ്പൊ ഈ നിലക്ക് നോമ്പുമായി പ്രത്യേകമായി ബന്ധപ്പെടുത്തിയതും അല്ലാത്തതുമായ ദീർഘമായ പ്രാർത്ഥനകൾക്ക് പരിശുദ്ധ റമളാനിനെ നാം പ്രയോജനപ്പെടുത്തണം. മറ്റൊരു ഹദീസിൽ കാണാം, നമ്മൾ സാധാരണ റമളാനിൽ തറാവീഹ് നമസ്കരിക്കും. ആ തറാവീഹിന്റെ അവസാനം വിത്തറായി കൊണ്ടാണ് ആ നമസ്കാരം പൂർത്തിയാക്കുന്നത്. വിത്തറിൽ നിന്ന് വിരമിക്കുമ്പോൾ ഫഇദാ സല്ലമ ഖാല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹ് സലാം വീട്ടിക്കഴിഞ്ഞാൽ, വിത്തർ നമസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന ഒരു ദിക്ർ 3 തവണ ചൊല്ലിയിരുന്നു. വറഫഅ ബിഹാ സൗതഹു, 3ാമത്തെ തവണ ചൊല്ലുമ്പോൾ പ്രവാചകന്റെ ശബ്ദം ഉയർന്നത്, മറ്റുള്ളവർക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ പ്രവാചകൻ എന്തോ ചൊല്ലിയിട്ടുണ്ട് എന്ന് സൂക്ഷ്മമായി കേൾക്കുന്നവർക്ക് എന്താണ് റസൂലുള്ളാഹി ചൊല്ലിയത് എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിക്ർ ചൊല്ലിയിരുന്നു എന്നാണ്. ഏതായിരുന്നാലും നോമ്പുമായി ബന്ധപ്പെട്ട 1ാമത്തെ ഒരു മേഖല ഈ നിലക്കുള്ള ദിക്റും ദുആയുമാണ്, പ്രാർത്ഥനകളാണ്. 2ാമത്തെ ഒരു പുണ്യകരമായ പ്രവർത്തനം എന്ന് പറയുന്നത് നോമ്പ് തുറപ്പിക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ ഒരു 5 ആള്, വീട്ടുകാരല്ലാത്ത ഒരു 5 ആള് ഞാനൊന്ന് നോമ്പ് തുറപ്പിച്ചാൽ 5 ആളുകൾക്ക് നോമ്പ് നോറ്റാൽ ലഭിക്കുന്ന പ്രതിഫലം കൂടി എനിക്ക് ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം. മൻ ഫത്തറ സായിമ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ഷൈആ. ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുകാരന് പൂർണ്ണമായ പ്രതിഫലമുണ്ട്. ഞാൻ ഇന്ന് മറ്റൊരാളുടെ ഇഫ്താറിലാണല്ലോ പങ്കെടുത്തത് എന്നതുകൊണ്ട് എനിക്കുള്ള പുണ്യം തടയപ്പെടുന്നില്ല. മറിച്ച് നോമ്പ് തുറപ്പിക്കുന്നവനും നോമ്പ് തുറക്കുന്നവനും അല്ലാഹു തആല പൂർണ്ണമായ പ്രതിഫലം നൽകും. അവിടെ ഇഫ്താർ നൽകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ഒരു നോമ്പിന്റെ പ്രതിഫലം മാത്രമല്ല, എത്ര പേരെ അയാൾ നോമ്പ് തുറപ്പിച്ചുവോ അത്ര പേരുടെ നോമ്പിന്റെ പ്രതിഫലത്തിന് തുല്യമായത് അയാൾക്ക് ലഭിക്കുമെന്നാണ്. നമ്മൾ വീടുകളിൽ, അതേപോലെ പള്ളികളിൽ, യാത്രക്കാർക്ക്, അതേപോലെ ആശുപത്രികളിലുള്ള രോഗികൾക്ക്, അവരെ പരിചരിക്കുന്ന ആളുകൾക്കൊക്കെ നോമ്പ് തുറക്കാനുള്ള അവസരം നൽകുന്നത് അത്തരം നന്മകളുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളുമായൊക്കെ സഹകരിക്കുവാൻ സാധിക്കുക എന്നത് ഏറെ ശ്രദ്ധേയമായ പുണ്യങ്ങളാണ്. എന്നാൽ ഇതിൻ്റെ അനുബന്ധമായി മനസ്സിലാക്കേണ്ടത് നോമ്പ് തുറ മാത്രമല്ല റമളാൻ എന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഇഫ്താർ മാമാങ്കങ്ങൾ നടത്തി മഗ്രിബ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിന് അവസരം നഷ്ടപ്പെടുന്ന, വലിയ കനപ്പെട്ട ഭക്ഷണം കഴിച്ച് പിന്നീട് ഇശ നമസ്കരിക്കാൻ ഊർജമില്ലാതെ തറാവിഹ് നമസ്കരിക്കാൻ ഉന്മേഷമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന മാമാങ്കങ്ങൾ തീർച്ചയായും ചുരുക്കിക്കൊണ്ടുവരേണ്ടതും ഒഴിവാക്കപ്പെടേണ്ടതുമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. 3ാമതായി നാം താല്പര്യം കാണിക്കേണ്ട നന്മ സ്വതഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യവാൻ അത് റസൂലുള്ളാഹിയായിരുന്നു. എന്താണ് അതിന്റെ വിവക്ഷ? ഒരാളെ കയ്യിൽ ആകെ 10 രൂപ ഉണ്ട്, അയാൾ 10 രൂപ സ്വതഖ ചെയ്യുന്നതും കയ്യിൽ 100 രൂപയുള്ളവൻ 10 രൂപ സ്വതഖ ചെയ്യുന്നതും ഒരേപോലെയാണോ? അല്ല. തൻ്റെ കൈവശമുള്ള സമ്പത്തിൽ നിന്ന് വലിയൊരു വിഹിതം ഒരാൾ സ്വതഖ ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്ന കർമ്മത്തിന് മൂല്യം കൂടുന്നതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പന്നനായിരുന്നില്ല. പ്രവാചകന്റെ വീട്ടിൽ പ്രവാചകൻ നിവർന്നു നിന്നാൽ പ്രവാചകന്റെ വീടിന്റെ മേൽക്കുരയിൽ തല തട്ടുമായിരുന്നു. പലപ്പോഴും വിശന്ന് കഷ്ടപ്പെട്ട് പ്രവാചകൻ വളഞ്ഞു പൊളഞ്ഞ് കടന്നിരുന്നുവെന്നും ആരെങ്കിലും വലിച്ചെറിഞ്ഞ കാരക്കയുടെ കഷ്ണമുണ്ടെങ്കിൽ തനിക്ക് വിശപ്പടക്കാമായിരുന്നു എന്ന് അവിടുന്ന് പറഞ്ഞത്. പ്രവാചകന്റെ വീട്ടിൽ 3 മാസക്കാലം അടുപ്പിൽ തീ പുകയാത്ത കാലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന വ്യത്യസ്തമായ സംഭവങ്ങൾ കാണാം. പ്രവാചകൻ ധനാഢ്യനായിരുന്നില്ല. ജീവിതത്തിലെ തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർണ്ണമായും നിറവേറ്റിയ ശേഷം ഇനി പാവപ്പെട്ടവരെ പരിഗണിക്കാം, അല്ലറ ചില്ലറ ടിപ്പ് നൽകാം എന്ന മനോഭാവമായിരുന്നില്ല. മറിച്ച് അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ള വിഭവങ്ങളെ പകുത്തു നൽകുന്ന, ഷെയർ ചെയ്യുന്ന ഒരു മനോഭാവമായിരുന്നു. ഇത് റസൂലുള്ളാഹിയുടെ പൊതുരീതിയാണെങ്കിൽ ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല. റമളാനായാൽ ആഞ്ഞു വീശുന്ന കൊടുങ്കാറ്റ് പോലെയായിരുന്നു പ്രവാചകൻ ദാനധർമ്മങ്ങളുടെ വിഷയത്തിലെന്ന് ഹദീസുകളിൽ കാണാം. അപ്പൊ റമളാനാവുമ്പോൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്വതക്ക ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം. നമ്മുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ വരുമാനം, നമ്മുടെ ചെലവുകൾ, നമ്മുടെ സെക്കൻഡറി ഇൻകം, നമുക്ക് ലഭിക്കുന്ന മറ്റു വരുമാനങ്ങൾ, ഇതിന് അനുസരിച്ച് നമ്മുടെ ജീവിത സുസ്ഥിതിക്കനുസരിച്ച് നമുക്ക് നൽകാവുന്ന സ്വതക്ക എത്രയെന്ന് ഒന്ന് ചിന്തിക്കാനും ആലോചിക്കാനും ആ വിഹിതം കൃത്യമായി സ്വതക്ക ചെയ്യുവാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. റമളാൻ ആവുമ്പോൾ പലപ്പോഴും പള്ളികളിൽ പലതരത്തിലുള്ള കളക്ഷനുകൾ, ഒരുപക്ഷെ സുബഹിക്കടക്കം പലതരം കളക്ഷനുകൾ ഉണ്ടാവും. കയ്യിലൊരു 100 റുപ്യ ഉണ്ടായിരുന്നുവെങ്കിൽ കൊടുക്കാമായിരുന്നു എന്ന് പരിഭവം പറഞ്ഞ് പോവുകയല്ല, മറിച്ച് പള്ളിയിലേക്ക് പോകുമ്പോൾ ഒന്ന് നമ്മുടെ സാമ്പത്തിക സുസ്ഥിതിക്കനുസരിച്ച് പണം കൈവശം വെക്കുകയോ അതല്ലെങ്കിൽ പുതിയ കാലത്തെ UPI പേയ്മെന്റുകൾ ഉപയോഗപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് സ്വതക്ക ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായും നമ്മൾ ഉയരേണ്ടതുണ്ട്. 4-മതായി നാം പരിഗണിക്കേണ്ട മേഖല ഖുർആൻ പാരായണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമുമായി എല്ലാ റമളാനിലും കണ്ടുമുട്ടുമായിരുന്നു. റമളാനിന്റെ രാവുകളിൽ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി പൂർണ്ണമായി പാരായണം ചെയ്തു കൊടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ആ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പകൽ സമയം പാരായണം ചെയ്യുന്നതിനേക്കാൾ ഫള് രാത്രിയിലെ പാരായണത്തിനാണ്. നാളെ പരലോകത്ത് നോമ്പ്, അതേപോലെ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖുർആൻ നമുക്ക് വേണ്ടി റബ്ബിനോട് പറയും, യാ റബ്ബ്, അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, മനഅതുഹുൽ ലൈല മനഅതുഹുൻ നൗമ ബിൽ ലൈൽ, ഇവന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ അവൻ്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തിയിരുന്നു. എന്താണ് അതിൻ്റെ വിവക്ഷ? ഉറങ്ങാൻ താല്പര്യമുള്ളവൻ ഉറക്കം മാറ്റി നിർത്തി ഉറങ്ങുന്ന സമയം പിന്തിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ പ്രത്യേകം താല്പര്യം കാണിക്കേണ്ട ഒരു സന്ദർഭമാണ് റമളാൻ. മദീനയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി. അദ്ദേഹത്തിന്റെ ഒരു വാചകം കാണാം. ഇന്ന് പല ആളുകൾക്കും 1-2 മണിക്കൂർ ഖുർആൻ ഓതുന്നത് ഒരു കൗതുകമാണ്. പൂർവികരായ സലഫുകൾ ദീർഘമായി ഖുർആൻ എങ്ങനെയാണ് പാരായണം ചെയ്തത്? 7 ദിവസം 10 ദിവസം കൂടുമ്പോൾ മുസ്ഹഫ് പൂർണ്ണമായി ഒരു ആവർത്തി എങ്ങനെ പാരായണം ചെയ്തു എന്നത് ആളുകൾക്ക് കൗതുകമാണ്. എന്നാൽ പുതിയ കാലത്ത് മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തുന്ന, സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കറിയാം, തനിക്കിഷ്ടപ്പെട്ട വസ്തുവും എടുത്തുകൊണ്ട് മണിക്കൂറുകൾ അവൻ മൊബൈൽ ഫോണിൽ ചെലവഴിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ, ഒരു കാര്യത്തിൽ ആസ്വാദനം കണ്ടെത്തുന്നുവെങ്കിൽ അതിൽ എത്ര സമയവും മുഷിപ്പില്ലാതെ അയാൾ അതിന് സമയം ചെലവഴിക്കാൻ സജ്ജമാണ് എന്നതിന് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ പലതും തെളിവാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ ഓതാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാകുന്ന അവസ്ഥയിൽ ഖുർആനിനെ ആസ്വദിക്കുവാനുള്ള ഒരു സാഹചര്യം വേണം. അവിടെ തീർച്ചയായും ഖുർആൻ നന്നായി പാരായണം ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാവണം. 5-മത്തെ കാര്യം,
നോമ്പിൽ പ്രത്യേകമായി റമളാനിൽ മാത്രമുള്ള പള്ളികളിൽ കാണപ്പെടുന്ന പ്രത്യേകമായ സുന്നത്താണ് തറാവീഹ് നമസ്കാരം. ഇശാ നമസ്കാരം കഴിഞ്ഞ് മുബാശറായി അതിനിടയ്ക്ക് ഒരാൾക്ക് ദിക്ർ ചൊല്ലാനും ഇശയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുവാനുമുള്ള സമയം മാത്രം ലഭിക്കുന്ന രൂപത്തിൽ പിന്നീട് പള്ളിയിൽ നടത്തപ്പെടുന്ന തറാവീഹ് നമസ്കാരം, ആ തറാവീഹ് നമസ്കാരം ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്. പൊതുവിൽ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാമ റമളാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോട് കൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രാത്രിയിലെ നമസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അയാളുടെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾ തറാവീഹിന് പള്ളിയിലൊക്കെ വരുന്നുണ്ടെങ്കിലും പൂർണ്ണമായി തറാവീഹിൽ പങ്കെടുക്കുന്ന അവസ്ഥ പല ആളുകളിലും ഇല്ല. ഒരു 6 റക്അത്ത് 8 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പിന്നെ വീട്ടിൽ പോയി രാത്രി 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ബാക്കി 3 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു ശൈലി ചില ആളുകൾ ചെയ്യാറുണ്ട്. ചെയ്യുന്നവർ അത് വലിയൊരു പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നാണ് വിചാരിക്കുന്നത്. കാരണം പള്ളിയിലെ ജമാഅത്തിലും പങ്കെടുത്തു, പിന്നെ ഞാൻ വീട്ടിൽ വെച്ച് തഹജ്ജുദിന്റെ സമയത്തും നിർവഹിച്ചു എന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു രീതി ഭാഗികമായി പള്ളിയിലും ഭാഗികമായി വീട്ടിലും എന്ന ഈ ഒരു ശൈലി റസൂലുള്ളയുടെയോ സ്വഹാബത്തിൻ്റെയോ പൂർവികരായ സലഫുകളുടെയോ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. മാത്രമല്ല അത്തരം നമസ്കാരം 2ആയി ഭാഗിക്കാതെ പൂർണ്ണമായി നമസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ് കുതിബ ലഹു ഖിയാമുൽ ലൈല. ഇമാമിന്റെ കൂടെ തറാവീഹ് നമസ്കാരം ആദ്യാവസാനം ഒരാൾ നിർവഹിച്ചാൽ രാത്രിയുടെ മുഴുവൻ മണിക്കൂറുകൾ നമസ്കരിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്നാണ്. ഞാൻ വിശദീകരിക്കാം. സാധാരണ നമ്മുടെ പള്ളിയിലെ ഒരു തറാവീഹ് നമസ്കാരം 1 മണിക്കൂർ 55 മിനിറ്റ്, 1 മണിക്കൂർ, ഏകദേശം പള്ളികളിലൊക്കെ 1 മണിക്കൂറാണ്. അപ്പൊ നമ്മൾ പള്ളിയിൽ ഒരു 8:30 തുടങ്ങുന്ന ഒരു തറാവീഹിൽ പങ്കെടുത്താൽ 9:30 വരെ നമസ്കരിച്ചാൽ 1 മണിക്കൂർ നമസ്കരിച്ച പ്രതിഫലമല്ല നമുക്ക് കിട്ടുന്നത്. ഖിയാമു ലൈല, രാത്രി പൂർണ്ണമായി നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അപ്പൊ തറാവീഹിന് ഒരാൾക്ക് ലഭിക്കാവുന്ന പരമാവധി പ്രതിഫലം അത് തറാവീഹ് ജമാഅത്തായി ആദ്യാവസാനം ഇമാമിന്റെ കൂടെ നമസ്കരിക്കുമ്പോഴാണ് ലഭിക്കുക. ആ നമസ്കാരത്തെ സംബന്ധിച്ച് റസൂലുള്ളയുടെ ജീവിതത്തിൽ കാണാം, മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ. റസൂലുള്ള റമളാനിലോ അല്ലാത്ത കാലത്തോ ഈ ഖിയാമുൽ ലൈൽ എന്ന, തഹജ്ജുദ് എന്ന, വിത്ർ എന്ന, തറാവീഹ് എന്ന, ഖിയാമു റമളാൻ എന്ന വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ രാത്രി നമസ്കാരം 11 റക്അത്തിലധികം നിർവഹിച്ചിരുന്നില്ല എന്നാണ്. അപ്പൊ അതിൻ്റെ ഒരു ഹദ് അത് പല പണ്ഡിതന്മാരും, പല മദ്ഹബിന്റെ പണ്ഡിതന്മാരും, പല പാരമ്പര്യവാദികളും തറാവീഹിന് ഒരു ഹദ്ദില്ല, അതിനൊരു പരിധിയില്ല എന്ന് പറയാറുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 11-ലധികം തവണ തറാവീഹ് നമസ്കാരം നിർവഹിച്ചിരുന്നില്ല എന്ന് പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാനത് പ്രത്യേകം പറയാനുള്ള കാരണം, ചില ആളുകൾ പള്ളിയിൽ നിന്ന് 11 റക്അത്ത് നിസ്കരിക്കും, പിന്നെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഒരു തഹജ്ജുദ്, പിന്നെ ഒരു ഖിയാമുൽ ലൈൽ, പിന്നെയും നിസ്കരിക്കും. നിസ്കാരമല്ലേ, പ്രശ്നമല്ലല്ലോ, എത്ര നിസ്കരിക്കാലോ, കൂലി കിട്ടാനല്ലേ എന്ന് പറയുന്ന ഒരു രീതി. അതിനനുകൂലമായി പല പണ്ഡിതന്മാരും ഫത്വകൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ന്യായം പറയുന്നു. എന്നാൽ റസൂലുള്ള മദീന പള്ളിയിൽ 3 ദിവസമാണ് തറാവീഹ് ജമാഅത്തായി നിർവഹിച്ചത്. അതിലൊരു ദിവസത്തെ നമസ്കാരം രാത്രിയുടെ പകുതി വരെയുണ്ട്. നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അബൂ ദർ റളിയല്ലാഹു റസൂലിനോട് ചോദിക്കുന്നു, ലൗ നഫൽതനാ ബിബഖിയതി ലൈലതിനാ ഹാദാ. അല്ലാഹുവിന്റെ റസൂലേ, ഈ രാത്രി ശേഷിക്കുന്ന സമയം ഇനിയും നമസ്കരിക്കാൻ ഞങ്ങൾക്കൊരു നമസ്കാരം നിശ്ചയിച്ചു തരണം. റസൂലുള്ള പറഞ്ഞത്, നിനക്കങ്ങനെ നമസ്കരിക്കാൻ പൂതിയുണ്ടെങ്കിൽ നീ നമസ്കരിച്ചോ എന്നല്ല, മറിച്ച് റസൂലുള്ള പറഞ്ഞത്, ഇമാമിന്റെ കൂടെ ആദ്യാവസാനം നമസ്കരിച്ചതിലൂടെ പൂർണ്ണമായ പ്രതിഫലം നിനക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ്. അപ്പം നിസ്കരിക്കണമെന്ന് സ്വഹാബത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്, ആഗ്രഹം റസൂലുള്ളയോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള എത്രയും നമസ്കരിച്ചോ എന്ന് മറുപടി പറഞ്ഞിട്ടില്ല എന്നത് ആ ചരിത്രത്തിൽ പ്രത്യേകമായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ ഒരു അനുബന്ധം, ഒരാൾ തറാവീഹിന് വേണ്ടി മാത്രമല്ലല്ലോ പള്ളിയിൽ വരുന്നത്, ഇശാ നമസ്കാരവും അയാളുടെ ലക്ഷ്യമാണ്. ഇശാ നമസ്കാരം ജമാഅത്തായി ഒരാൾ നമസ്കരിച്ചാൽ കാന കഖിയാമി നിസ്ഫി
ലൈല, രാത്രിയുടെ പകുതി നമസ്കരിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കും. ഇനി ഒരാൾ സുബ്ഹി ജമാഅത്തും ഇശാ ജമാഅത്തും പള്ളിയിൽ വെച്ചിട്ടാണ് നിർവഹിക്കുന്നത് എങ്കിൽ രാത്രി പൂർണ്ണമായി നമസ്കരിച്ച പ്രതിഫലമാണ്. അഥവാ ഇശാ നമസ്കാരം, തറാവീഹ്, സുബ്ഹി നമസ്കാരം, ഈ 3 നമസ്കാരം നമ്മൾ ജമാഅത്തായി പള്ളിയിൽ നിർവഹിച്ചാൽ 2 രാത്രി പൂർണ്ണമായി നമസ്കരിച്ച പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക എന്ന ഒരു പ്രത്യേകത ഈ വിഷയത്തിൽ വന്ന സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 6ാമത്തെ കാര്യം, റമളാനിലെ ഉംറ. അതിന് ഏറെ ശ്രേഷ്ഠതയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന വീഡിയോകൾ, അതേപോലെ ഹറമിൽ നിന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കളൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച, ഹോട്ടലിൽ നിന്ന് ഹറമിലേക്ക് 5 മിനിറ്റ് നടന്നാൽ മതി, പക്ഷെ ഹറമിൽ നിന്ന് ഹോട്ടലിലേക്ക് തിരിച്ചെത്തുന്നത് എപ്പോഴെന്നറിയാത്ത അത്രയും ജനസഞ്ചയം നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യം ഹറമിൽ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ? ചില ആളുകൾ പറയുന്നത് ഹജ്ജിനുള്ളതിനേക്കാൾ ആളുകൾ റമദാനിന് വരുന്നു, എന്താണ് ഇതിന്റെ ആവശ്യമെന്നാണ്. ഇവിടെ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റമദാനിലെ ഉംറ മറ്റു ഉംറകളെ പോലെയല്ല, അത് ഹജ്ജിനെ പോലെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹജ്ജാണ് നിർവഹിച്ചത്. ആ ഹജ്ജ് കഴിഞ്ഞ് പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ ഉമ്മു സിനാൻ അൽ അൻസാരിയ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തേ ഹജ്ജ് ചെയ്യാഞ്ഞത്? അവര് പറഞ്ഞു, നമ്മളെ വീട്ടിൽ 2 ഒട്ടകമുള്ളൂ, ഒരൊട്ടകത്തിൽ എൻ്റെ ഭർത്താവ് അബൂ സിനാൻ ഹജ്ജിന് പോയി, 2ാമത്തെ ഒട്ടകമാണ് ഇവിടത്തെ കൃഷിക്കും വെള്ളം കൊണ്ടുപോകാനൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്, അതും പോയാൽ വീട്ടുകാർ പ്രയാസത്തിലാവും, കൃഷി നശിക്കുന്ന സാഹചര്യം ഉണ്ടാവും, ഈ തടസ്സമുള്ളത് കൊണ്ടാണ് ഞാൻ പോവാഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇദാ ജാഅ റമളാൻ ഫഅതമിരി, എന്നാ ഒരു കാര്യം ചെയ്യാം, ഇനി റമളാൻ വരുമ്പോ റമളാനിൽ ഒരു ഉംറ ചെയ്യണം. ഫഇന്ന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജതൻ, റമളാനിൽ ഉംറ ചെയ്യുന്നത് ഹജ്ജിന് തുല്യമാണ്, ഹജ്ജ് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതിനർത്ഥം പിന്നെ ഹജ്ജ് ചെയ്യണ്ട എന്നല്ല, ഹജ്ജ് വേറെ തന്നെ ചെയ്യണം, പക്ഷെ ഇതിന് ഹജ്ജിന്റെ ഒരു പ്രതിഫലം ലഭിക്കുമെന്നാണ്. അപ്പൊ ഈ നിലക്ക് പൊതുവിൽ പരിശുദ്ധ റമദാനിൽ നമ്മൾ നിർവഹിക്കേണ്ട നന്മകൾ, അതേപോലെ അവസാന 10 അതിൻ്റെ രാവുകൾ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കലും ഇഅ്തികാഫിരിക്കലും സകാത്തുൽ ഫിത്ർ നൽകലുമൊക്കെ റമദാനുമായി ബന്ധപ്പെട്ട നന്മകളാണ്. ഏതായിരുന്നാലും നമ്മുടെ ഒരു അവസരം വളരെ പ്രയോജനപ്രദമായി ഉപയോഗപ്പെടുത്തുവാനും റമദാനിൻ്റെ നന്മകളെ ജീവിതം കൊണ്ട് ജീവിതത്തിലേക്ക് ആ നന്മകളെ സമ്പന്നമാക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നോമ്പ് തന്നെയാണ്. എന്നാൽ ആ നോമ്പ് നോൽക്കുന്ന സന്ദർഭത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട സംസ്കാരം, നമ്മൾ നിലനിർത്തേണ്ട ഒരുപാട് മര്യാദകൾ, വിധിവിലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കണിശമായി നമ്മെ പഠിപ്പിച്ചതാണ്. സ്വാഭാവികമായും റമളാനിലെ നോമ്പിൻ്റെ കർമ്മഫലത്തെ പാഴാക്കുന്ന, നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവർത്തനവും, ഒരു അനാവശ്യ പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. തോന്നിവാസങ്ങൾ പറയാം, അനാശാസ്യമായ കാര്യങ്ങൾ ചെയ്യുക, കാണുക, അശ്ലീലമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, പരസ്പരം തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുക, ആ നിലക്കുള്ള ഒരു സാഹചര്യം ഒരിക്കലും തന്നെ നോമ്പിൻ്റെ സമയത്ത് ഉണ്ടാകരുത്. ഹദീസുകളിൽ കാണാം, മൻ ലം യദ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ, ഒരാൾ അനാവശ്യമായ സംസാരമോ പ്രവർത്തനമോ അറിവില്ലാത്ത കാര്യങ്ങളോ ഉപേക്ഷിക്കാത്ത പക്ഷം ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു, അങ്ങനെ ഒരാൾ പട്ടിണി കിടക്കണമെന്ന്, വെള്ളം കുടിക്കാതെ കഷ്ടപ്പെടണമെന്ന് അള്ളാഹുവിന് താല്പര്യമില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഈ രംഗത്ത് അശ്രദ്ധയുള്ള ആളുകളെ കുറിച്ചും റസൂലുള്ള വിശദീകരിച്ചത്, റബ്ബ സായിം ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ, എത്ര നോമ്പുകാരാ
പകല് പട്ടിണി കടന്നു എന്നതല്ലാതെ നോമ്പിന്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കാൻ അവർക്ക് അവസരമില്ലല്ലോ എന്ന് അവിടുന്ന് വിശദീകരിച്ചത് കാണാം. അതേപോലെ ഒരാൾ നമ്മുടെ ക്ഷമ പരീക്ഷിക്കുന്ന അവസ്ഥയിൽ നമ്മോടൊരു തർക്കത്തിൽ ഏർപ്പെട്ടാൽ, പ്രശ്നത്തിന് വന്നാൽ അയാളോട് എന്ത് പറയണം? ഇന്നി സ്വാഇം, എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നത്തിന് നിൽക്കാതെ ഒതുങ്ങി നിൽക്കാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച കാണിക്കാനും സംയമനം പുലർത്തുവാനുമാണ് മതം നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. അത് വീട്ടിലും ജോലിസ്ഥലത്തും പൊതുസ്ഥലത്തും ഒരുപോലെ നമ്മൾ പാലിക്കുക. പള്ളിയിലോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ചില ഇടങ്ങളിൽ മാത്രം കാത്തു സൂക്ഷിക്കേണ്ടതല്ല സംസ്കാരം. മറിച്ച് നമ്മുടെ ക്ഷമ, നമ്മുടെ വിട്ടുവീഴ്ച, നമ്മുടെ സഹനം അത് ഏറ്റവും മൂർദ്ധമായ അവസ്ഥയിൽ അനുഭവിക്കേണ്ടത് നമ്മുടെ ഇണകൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മക്കൾ, അയൽവാസികളാണ് എന്ന ഒരു തിരിച്ചറിവോടുകൂടി നോമ്പിനെ നമ്മൾ ഫലപ്രദമായി കൊണ്ടുപോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ശിർക്കിന്റെ, ബിദ്അത്തിന്റെ, ഹറാമിന്റെ, നിഫാഖിന്റെ, റിയാഇന്റെ ദുഷിച്ച ദുർമാർഗങ്ങളിൽ നിന്ന് അകലം പ്രാപിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും വെല്ലുവിളികളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. സാമ്പത്തിക പരാധീനത മൂലം കഷ്ടപ്പെടുന്നവർ, മാനസിക സംഘർഷങ്ങളാൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ഏവർക്കും നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവലും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ജീവിതോപാധികളിൽ, ബന്ധങ്ങളിൽ, പഠനങ്ങളിൽ, ജോലികളിൽ, വ്യവഹാരങ്ങളിൽ ഞങ്ങൾക്ക് നീ സന്തോഷവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അധ്യാപകർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. ഭൗതിക ജീവിതത്തിലെ ഞങ്ങളുടെ ഹലാലായ മോഹങ്ങളും സ്വപ്നങ്ങളും പൂവണിഞ്ഞ് ദുനിയാവിൻ്റെ ഹസനത്തുകൾ ആസ്വദിക്കുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. മുസ്ലിമായതിൻ്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. ഏവരുടെയും ജീവിതത്തിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും നിർഭയത്വവും പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാൻ അവസരം നൽകി അനുഗ്രഹിക്കണമേ. ഈ പരിശുദ്ധ റമളാൻ എന്ന മഹാ അവസരത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാനുള്ള മനസ്സും ജീവിത സൗകര്യങ്ങളും തൗഫീഖും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.